അടുത്ത സെക്ഷൻ സെപ്പറബിൾ കേർണൽ എന്ന് പറയുന്നതാണ്. നമ്മൾ വോൾട്ടർ ഇക്വേഷനും അതേപോലെ ഫ്രെഡോം ഇക്വേഷനും ഒക്കെ കണ്ടിരുന്നു. സോ അതിനകത്തെല്ലാം കേർണൽ കെ ഓഫ് എക്സ് ഹൈ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി വന്നിരുന്നു. നമ്മൾ ഇതിനു മുന്നേ ഒരു സിമെട്രിക് കേർണൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഒരു കേർണൽ സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, കെ ഓഫ് എക്സ് ഹൈ ഈസ് സെയിം ആസ് കെ ഓഫ് ഹൈ എക്സ്. അതായത് എക്സും ഹൈയും തമ്മിൽ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ടും സെയിം ആണെങ്കിൽ കെ ഓഫ് എക്സ് ഹൈയും കെ ഓഫ് ഹൈ എക്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമ്മൾ ആ കേർണൽ സിമെട്രിക് എന്ന് പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് അടുത്ത കേർണലിന്റെ ഒരു പ്രത്യേകതയാണ് സെപ്പറബിൾ കേർണൽ. ഒരു കേർണൽ എപ്പോഴാണ് സെപ്പറബിൾ ആവുന്നത് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. The kernel K of x high is said to be separable if it can be expressed as a sum of a finite number of terms. So ഒരു കേർണലിനെ സെപ്പറബിൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ നമുക്ക് ഒരു സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ആ സമ്മിനകത്ത് ഫൈനൈറ്റ്ലി മെനി ടേംസേ വരാൻ പാടുള്ളൂ. സോ അതിനെ ആ കേർണലിനെ നമുക്കൊരു ഫൈനൈറ്റ് സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. കൂടാതെ അതിന്റെ ഒരു പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഈച്ച് ഓഫ് വിച്ച് സം ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എന്നല്ലേ പറഞ്ഞേ, ആ ടേംസിൽ ഓരോന്നും ഈച്ച് ഓഫ് വിച്ച് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആൻഡ് എ ഫംഗ്ഷൻ ഓഫ് കൈ അലോൺ. അതിനകത്ത് ഓരോ ടേമും ഓരോ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് എന്തൊക്കെയാണ്? പ്രോഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് കൈ അലോൺ. അങ്ങനത്തെ പ്രോഡക്ട്സിന്റെ സമ്മ്, അതിനെയാണ് അങ്ങനെ നമുക്ക് കേർണലിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ സച്ച് എ കേർണൽ, സോ അതിനെയാണ് നമ്മൾ സെപ്പറബിൾ കേർണൽ എന്ന് വിളിക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു കേർണല് സെപ്പറബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. ആ സമ്മിൽ ഫൈനൈറ്റ്ലി മെനി ടേംസേ വരത്തുള്ളൂ. ഇനി അതിനകത്ത് ഓരോ ടേമും, ആ സമ്മിലെ ഓരോ ടേമും എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ അലോൺ. ഒരു എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ഇൻറ്റു കൈയുടെ മാത്രം ഫംഗ്ഷൻ, അതാണ് ഫസ്റ്റ് ടേം ഒരു പ്രോഡക്റ്റ്. പ്ലസ് എന്താണ് അടുത്ത ആ പ്രോഡക്റ്റിലെ അടുത്ത ടേം അഥവാ സമ്മിലെ അടുത്ത ടേം എന്താണ്, വീണ്ടും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ. അങ്ങനെ വരുന്ന സമ്മുകളെ, അങ്ങനെ വരുന്ന പ്രോഡക്റ്റിന്റെ സമ്മുകളെയാണ് നമ്മൾ സെപ്പറബിൾ കേർണൽ എന്ന് വിളിക്കുക. സോ ഒരു കേർണലിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ആ കേർണൽ സെപ്പറബിൾ എന്ന് പറയും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, റിട്ടൺ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ആ കേർണൽ ഇങ്ങനെയാണ് നമ്മൾ ജനറലായിട്ട് എഴുതുക. Such a kernel is thus expressible in the form k of x chi is equal to, ഞാൻ പറഞ്ഞു സം ആണ്, സോ സം ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ്. സോ സമ്മേഷൻ ഫ്രം n is equal to 1 to capital N. സോ ഇതിനകത്ത് 1 to capital N ടേംസേ ഉള്ളൂ, ഫൈനൈറ്റ്ലി മെനി ടേംസേ ഉള്ളൂ. ഇനി ആ സമ്മിനകത്ത് എന്താണ് വരുന്നത്, പ്രോഡക്ട്സ് ആണ് വരുന്നത്. പ്രോഡക്റ്റ് ഓഫ് എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ അലോൺ. സോ അതാണ് എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ജി എൻ ഓഫ് കൈ. എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ഇൻറ്റു ജി എൻ ഓഫ് കൈ. ജി എൻ ഓഫ് കൈ മീൻസ് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കൈ അലോൺ. സോ ഇങ്ങനെ വരുന്ന പ്രോഡക്റ്റുകളുടെ സമ്മായിട്ട് എനിക്ക് കേർണലിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അഥവാ ഈ ഫോമിൽ എനിക്ക് കേർണലിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ സച്ച് എ കേർണൽ ഈസ് സെഡ് ടു ബി. പറഞ്ഞു നോക്കട്ടെ. ആർക്കാണ് കേറാൻ പറ്റാത്തത്? ഇവിടെ കാണിക്കുന്നില്ലല്ലോടാ. അറിയില്ല, ഞാൻ ഓട്ടോ ജോയിൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ അഡ്മിറ്റ് കൊടുക്കണ്ട, തന്നെ ജോയിൻ ആവുന്നതാണ്. ഇവിടെ ആരെയും കാണിക്കുന്നില്ല സ്ക്രീനിൽ റിക്വസ്റ്റ് ആയിട്ട്. ഓക്കെ, ഈ കേർണലിനെയാണ്, ഈ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കേർണലിനെയാണ് സെപ്പറബിൾ കേർണൽ എന്ന് വിളിക്കുക. സോ സെപ്പറബിൾ കേർണൽ എന്താണെന്ന് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇനി അതിനൊരു എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നിങ്ങൾ നോക്കുക, ഈ സെപ്പറബിൾ കേർണലിന് ഒരു എക്സാമ്പിൾ ആണ് ദ കേർണൽ സൈൻ എക്സ് പ്ലസ് ഖൈ. കെ ഓഫ് എക്സ് ഖൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ സൈൻ എക്സ് പ്ലസ് ഖൈ എന്ന് തന്നിരിക്കുന്നത്. ദ കേർണൽ സൈൻ എക്സ് പ്ലസ് ഖൈ ഈസ് സെപ്പറബിൾ ബിക്കോസ്, കാരണം എന്താ, സൈൻ എക്സ് പ്ലസ് ഖൈ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ സൈൻ എ പ്ലസ് ബി നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സോ അതുപോലെ സൈൻ എക്സ് പ്ലസ് ഖൈ, എക്ക് പകരം എക്സ്, ബിക്ക് പകരം ഖൈ. അങ്ങനെ ആണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, സൈൻ എക്സ് കോസ് ഖൈ പ്ലസ് കോസ് എക്സ് സൈൻ ഖൈ.
സോ ഇതൊരു സെപ്പറബിൾ കേർണലാണ്. കാരണം എന്താ, ഇതിനകത്ത് ഫൈനൈറ്റ്ലി മെനി ടേംസേ ഉള്ളൂ. നോക്കുക, 2 ടേമേ ഉള്ളൂ. അതായത് ക്യാപിറ്റൽ എൻ എന്ന് ഇവിടെ പറയുന്നത് 2 ആണ്. പിന്നെന്താണ്, പ്രോഡക്റ്റ് ആണ്, കുറെ പ്രോഡക്റ്റുകളുടെ സമ്മാണ്. അപ്പൊ ഓരോ ഇതിനകത്തും എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ അല്ലേ വന്നിരിക്കുക. നോക്കുക, സൈൻ എക്സ് അത് എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ഇൻറ്റു കോസ് കൈ എന്ന് പറയുന്നത് കൈയുടെ മാത്രം ഫംഗ്ഷൻ. സോ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ ആണിത്. പ്ലസ് അടുത്ത ടേം എന്താണ്, കോസ് എക്സ് ഇൻറ്റു സൈൻ കൈ, എഗെയിൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ. സോ ഇത് ഏത് ഫോമിലാണ്, സെപ്പറബിൾ ആണ്. കാരണം ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ. സോ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി, ഒരു കേർണൽ സെപ്പറബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി അതിനകത്ത് ഫൈനൈറ്റ്ലി മെനി ടേംസ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി ഓരോ ടേമും എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കൈ അലോൺ. ഇവിടെ നോക്കിയാലും അത് തന്നെയാണ്, സൈൻ എക്സ് ഇൻറ്റു കോസ് കൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ കൈ. ഓക്കെ, സോ ഇത് സെപ്പറബിൾ കേർണലിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ തന്നിരിക്കുന്ന കേർണൽ കെ ഓഫ് എക്സ് കൈ ജസ്റ്റ് സൈൻ എക്സ് പ്ലസ് കൈ ആണ്. അത് കാണുന്ന ഉടനെ ഇതിനകത്ത് ഈ സൈൻ എക്സ് പ്ലസ് കൈക്കകത്ത് എക്സും ഉണ്ട് കൈയും ഉണ്ട്. സോ ഇത് സെപ്പറബിൾ അല്ലല്ലോ, പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ ഫോമിലെ ഫംഗ്ഷൻസ് വന്നാൽ സൈൻ എക്സ് പ്ലസ് കൈ, അതേപോലെ സൈൻ എക്സ് മൈനസ് കൈ, കോസ് എക്സ് പ്ലസ് കൈ, കോസ് എക്സ് മൈനസ് കൈ, ആ രീതിയിൽ വന്നാൽ നിങ്ങൾ അതിന്റെ എക്സ്പാൻഷൻ കൊടുത്തിട്ട് വേണം അത് സെപ്പറബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഫ്രെഡോം ഇക്വേഷൻസ് വിത്ത് സെപ്പറബിൾ കേർണൽസ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സെപ്പറബിൾ കേർണൽ എന്താന്ന് നമ്മൾ കണ്ടു. ഇനി ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷനിൽ സെപ്പറബിൾ കേർണൽ വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പുതിയൊരു രീതിയുണ്ട്. കേർണൽ സെപ്പറബിൾ ആണെങ്കിൽ ഓക്കെ, ജനറൽ ആയിട്ട് സൊല്യൂഷൻ ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഇവിടെ അതല്ല പറയുന്നത്. ഇനിയിപ്പോ കാണുമ്പോൾ കേർണൽ സെപ്പറബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ ഒന്നും കണ്ടുപിടിക്കണ്ട, അതിലും എളുപ്പമായിട്ട് നമുക്ക് ഈ മെത്തേഡ് വഴി സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും ഫോർ ഫ്രെഡോം ഇക്വേഷൻസ്. വോൾട്ടർ ആണെങ്കിൽ പറ്റില്ല, ഫ്രെഡോം ഇക്വേഷൻസിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. സോ ഫ്രെഡോം ഇക്വേഷൻസ് വിത്ത് സെപ്പറബിൾ കേർണൽസ്. കൺസിഡർ ദ ഫ്രെഡോം ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. സെക്കൻഡ് കൈൻഡ് ആയിരിക്കണം തന്നിരിക്കുന്ന ഫ്രെഡോം ഇക്വേഷൻ. സോ ഇവിടെ ഹെഡിങ്ങിൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇക്വേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതിയ ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് എന്നല്ലേ ലെഫ്റ്റ് സൈഡ് വരിക. അവിടെ ആൽഫ ഓഫ് എക്സ് 1 ആവുന്നതാണ് സെക്കൻഡ് കൈൻഡ്. സോ ഇവിടെ ആൽഫ ഓഫ് എക്സ് 1 ആണ്, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. സോ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് കൈ വൈ ഓഫ് കൈ ഡി കൈ. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. കൺസിഡർ ദിസ് ഇന്റഗ്രൽ ഇക്വേഷൻ വിത്ത് സെപ്പറബിൾ കേർണൽ. ഇവിടുത്തെ ഈ കേർണൽ സെപ്പറബിൾ ആകുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ സെപ്പറബിൾ ആണെങ്കിൽ, വിത്ത് സെപ്പറബിൾ കേർണൽ ആണെങ്കിൽ ഈ കെ ഓഫ് എക്സ് കൈ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡെഫിനിഷൻ, സെപ്പറബിൾ കേർണലിന്റെ ജനറൽ ഫോം എന്താണ്, കെ ഓഫ് എക്സ് കൈ സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ജി എൻ ഓഫ് കൈ. ഓക്കെ, സോ അതുപോലെ ഞാൻ എഴുതുകയാണ്, കെ ഓഫ് എക്സ് കൈ സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ജി എൻ ഓഫ് കൈ. ഇനി കെ ഓഫ് എക്സ് കൈയുടെ ഈ ഡെഫിനിഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. കെ ഓഫ് എക്സ് കൈക്ക് പകരം സമ്മേഷൻ എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ജി എൻ ഓഫ് കൈ. സോ ഇതെന്താവും, then y of x is equal to f of x plus lambda into integral a to b. k of x കൈയുടെ വാല്യൂ ആണ് ഞാൻ ഈ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ n equal to 1 to capital N f n of x into g n of chi into y of chi d chi അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, that is equal to f of x plus lambda into, ഇനി നോക്കുക ഇവിടെ എന്താണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്റ്റെപ്പിൽ ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഒരു സമ്മേഷൻ അല്ലേ അകത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്റഗ്രൽ എക്സ് പ്ലസ് വൈ ഡി വൈ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഇന്റഗ്രൽ എക്സ് ഡി വൈ പ്ലസ് ഇന്റഗ്രൽ വൈ ഡി വൈ എന്ന് എഴുതത്തില്ലേ. അതായത് ഇന്റഗ്രലിനകത്ത് സം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്റഗ്രൽ ഓരോ ക്വാണ്ടിറ്റി, ആ സം അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇന്റഗ്രൽ ഓരോ ക്വാണ്ടിറ്റിക്കും കൊടുക്കാൻ പറ്റുമല്ലോ. സോ എന്താവും, രണ്ട് ഇന്റഗ്രൽ ഉണ്ട്. ഇപ്പൊ ആ ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് n ടേംസ് ഉണ്ട്. സോ ഈ n ടേംസിന് എനിക്ക് ഇന്റഗ്രൽ സൈൻ കൊടുക്കാൻ പറ്റും, കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ഇതിനെ എങ്ങനെ എഴുതാം, എനിക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 to n. സോ ഇത് n ഇന്റഗ്രൽസിന്റെ സം ആകും, ക്യാപിറ്റൽ n ഇന്റഗ്രൽസിന്റെ സം ആകും. സോ അതുകൊണ്ട് തന്നെ സമ്മേഷൻ ഓഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാമല്ലോ. ലാംഡ അതുപോലെ തന്നെ എഴുതുന്നു, സമ്മേഷൻ n ഈക്വൽ ടു 1 to n ഇന്റഗ്രൽ ഫ്രം എ ടു ബി എന്ത് വരും, എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ജി എൻ ഓഫ് ഖൈ ഇൻറ്റു വൈ ഓഫ് ഖൈ ഡി ഖൈ. ക്ലിയർ ആണോ ഇത്?
ഇപ്പൊ എഴുതിയ സ്റ്റെപ്പ് ക്ലിയർ ആയോ? അത് ഞാൻ ഒന്നുകൂടെ പറയണോ? അതായത് ഇന്റഗ്രലിനകത്ത് ഇപ്പൊ n ടേംസ് ആണല്ലോ ഉള്ളത്. ഇന്റഗ്രലിനകത്ത് ഈ സമ്മേഷൻ ആണ് വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സമ്മേഷൻ. സോ ഈ സമ്മേഷൻ ഞാൻ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് ക്യാപിറ്റൽ N ടേംസ് ഇവിടെ വരത്തില്ലേ? അതായത് ഫസ്റ്റ് ടേം എന്ത് വരും? f1 ഓഫ് എക്സ് ഇൻറ്റു g1 ഓഫ് ഖൈ ഇൻറ്റു y ഓഫ് ഖൈ. ഓക്കെ, പ്ലസ് എന്ത് വരും? f2 ഓഫ് എക്സ് ഇൻറ്റു g2 ഓഫ് ഖൈ ഇൻറ്റു y ഓഫ് ഖൈ. സോ ഇത് ഓരോന്നിനും ഞാൻ ഈ ഇന്റഗ്രൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? n ടേംസ് കിട്ടും. എല്ലാ ടേംസിലും ഇന്റഗ്രൽ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓഫ് ദാറ്റ് ഇന്റഗ്രൽസ് എന്ന് എഴുതാം. സോ അങ്ങനെയാണ് ലാംഡ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N ഇന്റഗ്രൽ ഫ്രം എ ടു ബി. എന്താണ് ഏതൊക്കെ ടേംസ് എങ്ങനെയാണ് വരിക? എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ജി എൻ ഓഫ് ഖൈ ഇൻറ്റു വൈ ഓഫ് ഖൈ ഡി ഖൈ. ക്ലിയർ ആയോ? ഓക്കെ, സോ അങ്ങനെയാണ് ഇത് എഴുതിയത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത് നോക്കുക. ഇപ്പൊ ഈ ഇന്റഗ്രലിനകത്ത് നിങ്ങൾ നോക്കുക, ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി ഖൈ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ഖൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇന്റഗ്രലിനകത്ത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ടല്ലോ, എഫ് എൻ ഓഫ് എക്സ്. ബാക്കിയെല്ലാം ജി എൻ ഓഫ് ഖൈ വൈ ഓഫ് ഖൈ എല്ലാം ഫംഗ്ഷൻ ഓഫ് ഖൈ. എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അത് കോൺസ്റ്റന്റ് അല്ലേ വിത്ത് റെസ്പെക്ട് ടു ഖൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. സോ അതിനെ എനിക്ക് എന്ത് എടുക്കാം? ഇന്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കാം. സോ അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ, അതുപോലെ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N ഇന്റഗ്രലിന് പുറത്തേക്ക് എടുക്കുന്നു എഫ് എൻ ഓഫ് എക്സ്. എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം എ ടു ബി. ഇവിടെ ഈ ബ്രാക്കറ്റ് ഇടണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടങ്ങ് എഴുതി പോകുന്നേ ഉള്ളൂ. എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം എ ടു ബി ജി എൻ ഓഫ് ഖൈ ഇൻറ്റു വൈ ഓഫ് ഖൈ ഡി ഖൈ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ ഇന്റഗ്രൽ ഉണ്ടല്ലോ, ഇന്റഗ്രൽ എ ടു ബി ജി എൻ ഓഫ് ഖൈ വൈ ഓഫ് ഖൈ ഡി ഖൈ. സോ ആ ഇന്റഗ്രലിനെ ഞാൻ സി എൻ എന്ന് കൊടുക്കുകയാണ്. പുട്ട് സി എൻ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഖൈക്ക് പകരം ഞാൻ വേരിയബിൾ ഇവിടെ എക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കറിയാം ഒരു ഇന്റഗ്രലിനകത്ത് അതിന്റെ വേരിയബിളിനെ ചേഞ്ച് ചെയ്ത്, ഈ ഇന്റഗ്രലിനകത്ത് മുഴുവൻ ഒറ്റ വേരിയബിളേ ഉള്ളൂ, ഖൈ. ആ ഖൈ എന്ന് പറയുന്ന വേരിയബിൾ മാറ്റി ഞാൻ എക്സ് കൊടുത്താലും വൈ കൊടുത്താലും എല്ലാം അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സെയിം അല്ലേ? ഓക്കെ, സോ ഞാൻ സി എൻ ആയിട്ട്, സി എൻ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ഇന്റഗ്രൽ എ ടു ബി. ഈ ഖൈക്ക് പകരം എക്സ് കൊടുത്ത്, ജനറൽ ഡെഫിനിഷൻ എക്സ് കൊടുത്ത് ഡിഫൈൻ ചെയ്യുന്നതേ ഉള്ളൂ. സോ സി എൻ ഈസ് ഇന്റഗ്രൽ എ ടു ബി ജി എൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്വാണ്ടിറ്റിയുടെ ആ ഇന്റഗ്രൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറ്റി കൊടുക്കുന്നു. അത് സി എൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഫോർ എൻ വേരീസ് ഫ്രം എന്താണ് 1 ടു എക്സെട്ര എൻ. കാരണം ഈ സമ്മേഷനകത്ത് എത്ര ഇന്റഗ്രൽസ് വരും? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N അല്ലേ? സോ ഇതിനകത്ത് ഈ എന്നിന് പകരം, ഈ എന്നിന് ഞാൻ, അതായത് ഈ ഇന്റഗ്രലിൽ ജി എൻ ഓഫ് ഖൈ അല്ലേ, ഈ സ്മോൾ എൻ അവിടെയല്ലേ വരുന്നുള്ളൂ. ആ എന്നിന് ഫസ്റ്റ് 1 കൊടുക്കും, 2 കൊടുക്കും, എക്സെട്ര എന്ത് കൊടുക്കും? n കൊടുക്കും. n ഇന്റഗ്രൽസ് ഉണ്ട് ഈ സമ്മേഷനകത്ത്. സോ അതാണ് C1 C2 എക്സെട്ര എൻ ഇന്റഗ്രൽസ് കിട്ടും. സോ അതാണ് ഞാനിവിടെ സി സ്മോൾ എൻ എന്ന് പറയുന്നത്. എൻ വേരീസ് ഫ്രം എന്താണ്? 1 ടു ക്യാപിറ്റൽ N. ഓക്കെ, സോ അങ്ങനെ സി എൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെ ആണെങ്കിൽ എനിക്ക് വൈ ഓഫ് എക്സ് എന്ത് കിട്ടും? നമ്മളിപ്പോ എഴുതിയ വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എന്ത് കിട്ടും? ലാംഡ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ഇതിനെ എനിക്ക് സി എൻ എന്ന് കൊടുക്കാമല്ലോ. കാരണം ഞാൻ പറഞ്ഞു, വേരിയബിൾ എക്സ് ആയാലും ഖൈ ആയാലും എന്തായാലും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഇന്റഗ്രലിനകത്ത് വേരിയബിൾ മാറ്റി കൊടുത്തെന്ന് എഴുതി ഇഷ്യൂ ഒന്നും വരില്ല. സോ അത് ഈ ക്വാണ്ടിറ്റിക്ക് സി എൻ എന്ന് കൊടുത്തു. സോ ഈക്വേഷൻ എന്തായി? എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു സി എൻ എന്ന് വരും. സോ ഞാൻ ജസ്റ്റ് ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടി സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N ആദ്യം സി എൻ എഴുതിയെന്നേ ഉള്ളൂ. സി എൻ ഇൻറ്റു എഫ് എൻ ഓഫ് എക്സ് എന്നും ആയി മാറും ഈ ഇക്വേഷൻ. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു, which is in the form of the required solution of the integral equation 1. ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഞാൻ ആ ഇന്റഗ്രൽ ഇക്വേഷനെ മാറ്റി, അതായത് സെപ്പറബിൾ കേർണലിന്റെ ഡെഫിനേഷൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്താണ്, ഇന്റഗ്രലിനകത്ത് സമ്മേഷൻ വരുന്നു, ആ സമ്മേഷൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇന്റഗ്രലിന്റെ സം ആവും. എന്നിട്ട് അതിനകത്തെ കോൺസ്റ്റന്റ് ടേമായി എഫ് എൻ ഓഫ് എക്സ് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്ന ഇന്റഗ്രലിനെ സി എൻ എന്ന് ഡിഫൈൻ ചെയ്തു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയും ചെയ്താണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എത്തിയത്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് എവിടെയെങ്കിലും ഇന്റഗ്രൽസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്റഗ്രൽസ് കംപ്ലീറ്റ് പോയില്ലേ. ഇതിനകത്ത് ടേംസിൽ എവിടെയെങ്കിലും ഇന്റഗ്രൽസ് വരുന്നുണ്ട്. ഈ സി എന്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും വരിക സി എൻ ആയിട്ട്. സോ സി എന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇതിനകത്ത് എവിടെയും ഇന്റഗ്രൽ സൈൻ വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഈ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ഉണ്ടല്ലോ, ഇതിന്റെ സെപ്പറബിൾ കേർണൽ ആണെങ്കിൽ, തന്നിരിക്കുന്ന കേർണൽ സെപ്പറബിൾ ആണെങ്കിൽ
അതിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് ഇപ്പൊ കിട്ടുന്നത്. ഇത്രയും രീതിയിൽ നിങ്ങൾ മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ അതാണ് പറയുന്നത്. ഇന്റഗ്രൽ സൈൻ എല്ലാം പോയല്ലോ, അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്നത് ആ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും അവിടെ കിട്ടുക, which is in the form of the required solution of the integral equation 1, and it remains only to determine the n constants c1, c2, etc. cn. ഈ സമ്മേഷനകത്ത് ഈ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലോ ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എത്ര കോൺസ്റ്റൻസ് വരും? c1, c2, etc. cn, n കോൺസ്റ്റൻസ് വരും. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആ കോൺസ്റ്റന്റും കൂടെ കണ്ടുപിടിച്ച് നമ്മൾ ഈ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക നമ്മൾ ആദ്യം എടുത്ത ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡിന്റെ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും ഉണ്ടോ നോക്കട്ടെ. 14 പേരെ വന്നിട്ടുള്ളല്ലോ. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്ന് പറയാ, ഇല്ലെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്ന ആ തന്നിരിക്കുന്നതിന്റെ സൊല്യൂഷൻ ആണ്. പക്ഷെ നമ്മൾ ഈ c1, c2, etc. cn അത് ഈ ഇന്റഗ്രൽസ് ആണ്. അത് ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് ആ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇനി c1, c2, cn നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സോ ആ c1, c2, etc. cn കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. For this purpose, we may obtain n capital N equations involving only these n constant. സോ അതിനുവേണ്ടി c1, c2, etc. cn എന്ന് പറയുന്നത് നമുക്ക് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എന്താ? ഇന്റഗ്രലിനകത്ത് y(x) ഉണ്ട്. ഈ cn എന്ന് പറയുന്ന ഇന്റഗ്രലിനകത്ത് y(x) ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. സോ ഇനി എങ്ങനെയാണ് cn കണ്ടുപിടിക്കേണ്ടതെന്നാണ് അടുത്ത പറയുന്നത്. നമ്മൾ ഒരു n ഇക്വേഷൻസ് ഇൻവോൾവിങ് c1, c2, etc. cn എന്ന് പറയുന്ന n കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, ആ n കോൺസ്റ്റൻസ് വരുന്ന n ഇക്വേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അത് സോൾവ് ചെയ്ത് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്താണ് നമ്മൾ ആ കോൺസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, c1, c2, etc. cn. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. For this purpose, we may obtain capital N equations involving only these n constants. ഏതാണ് n constants? c1, c2, etc. cn, and calculate quantities and calculable quantities. ആ ഇക്വേഷൻസിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഈ പറയുന്നത് കേട്ടോ. ഇൻവോൾവിങ് ഓൺലി ദീസ് n കോൺസ്റ്റൻസ് ആൻഡ് കാൽക്കുലബിൾ ക്വാണ്ടിറ്റീസ് ബൈ മൾട്ടിപ്ലൈ. ആ ഇക്വേഷൻസിനകത്ത് c1, c2, etc. cn എന്ന് പറയുന്ന n കോൺസ്റ്റൻസും കൂടാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ്, അതാണ് കാൽക്കുലബിൾ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് 2. ആ ഇക്വേഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബൈ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 2 successively by g1 of x, g2 of x, etc. gn of x, and integrating the results over the interval, open interval ab. ഈ എ ബി എന്ന് പറയുന്ന ഇന്റർവെൽ ഏതാണ്? ഈ ഡിഫറെന്റ് ഇന്റഗ്രൽ ഇക്വേഷൻ അഥവാ നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഈ ഇന്റഗ്രൽ ഫ്രം എ ടു ബി ആണ് എല്ലായിടത്തും. സോ അതുകൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇന്റർവെല് ഓവർ എ ബിയും തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കോൺസ്റ്റൻസും കൂടെ ഡിറ്റർമിൻ ചെയ്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ സൊല്യൂഷൻ കിട്ടും. സോ ഈ n കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഈ c1, c2, etc. cn എന്ന് പറയുന്ന വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്, n ഇക്വേഷൻസ്. സോ അതിനുവേണ്ടി അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ ആദ്യം g1 of x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സക്സസീവ്ലി ബൈ g1, g2, etc. gn എന്നല്ലേ. സോ ഇക്വേഷൻ നമ്പർ 2നെ ആദ്യം ഞാൻ g1 of x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ദ റിസൾട്ട്സ് ഓവർ ദി ഇന്റർവൽ എ ബി. അതിനുശേഷം g1 of x വെച്ച് ഇക്വേഷൻ 2നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം എ ടു ബി. സോ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും നമുക്ക്. അതിനുശേഷം എന്താണ്? ഇക്വേഷൻ നമ്പർ 2നെ g2 of x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം എ ടു ബി. സെക്കൻഡ് ഇക്വേഷൻ കിട്ടും, എക്സെട്ര. nth ഇക്വേഷൻ കിട്ടാൻ എന്താണ്? gn of x വെച്ച് ഇക്വേഷൻ 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം എ ടു ബി. ഓക്കെ, സോ g1 of x വെച്ച് ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. നോക്കുക, ഈ g1 of x, g2 of x ഒക്കെ എവിടുത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ കേർണലിനകത്ത് വരുന്നതാണ് ഈ gn of chi. സോ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതിയതിനു ശേഷം ഈ cn, നിങ്ങൾ cn നോക്കിയാൽ മതി. cn അകത്ത് c1 നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഇവിടെ വരുന്നത് എന്താണ്? g1 of x ആണ്. ആ ഫംഗ്ഷൻ ആണ് g1 of x.
സോ ഞാൻ g1 ഓഫ് എക്സ് വെച്ച് ഈ ഇക്വേഷൻ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ഫ്രം എ ടു ബി. സോ എന്ത് കിട്ടും എനിക്ക്? ഇന്റഗ്രൽ ഫ്രം എ ടു ബി, ഈ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? g1 ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ്. സോ ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. സോ അതല്ലേ ഇവിടെ ഞാൻ എഴുതിയിരിക്കുക, നോക്കാം. ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിലും അതേപോലെ g1 ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ടേം എന്താവും? ഇന്റഗ്രൽ എ ടു ബി എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇൻറ്റു g1 ഓഫ് എക്സ് ഡി എക്സ്. സോ അതാണ് നെക്സ്റ്റ്. ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓർഡർ എങ്ങനെ വേണേൽ എഴുതാം, പ്രോഡക്റ്റ് അല്ലേ. സോ ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത് എന്ത് വരും? അടുത്തത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ലാംഡ ഇൻറ്റു, ഇവിടെ ഇന്റഗ്രലിനകത്ത് സമ്മേഷൻ വരും. ഇന്റഗ്രൽ g1 ഓഫ് എക്സ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മീൻസ് എന്ത് വരും? ഇന്റഗ്രലിനകത്ത് സമ്മേഷൻ വരും. സോ അത് നമ്മൾ നേരത്തെ ഇവിടെ മാറ്റി എഴുതിയ പോലെ സമ്മേഷൻ പുറത്തെടുത്ത് എഴുതാൻ പറ്റും. സോ എന്ത് വരും? സമ്മേഷൻ ലാംഡ ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N ഇന്റഗ്രൽ എന്ത് വരും? cn ഇൻറ്റു gn ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. നോക്കുക, ലാംഡ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N. പിന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പൊ cn അവിടെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് cn ഉം ഇന്റഗ്രലും പുറത്ത് എഴുതിയെന്നേ ഉള്ളൂ. cn ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ബാക്കി എന്താണ് അവിടെ ഉള്ളത്? fn ഓഫ് എക്സ് ആണ്. സോ g1 ഓഫ് എക്സ് ഇൻറ്റു fn ഓഫ് എക്സ് ഡി എക്സ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ g2 ഓഫ് എക്സ് വെച്ചിട്ട് ഇക്വേഷൻ നമ്പർ 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ എന്ത് ചെയ്താൽ മതി? ഇപ്പം നിങ്ങൾ എഴുതി വെച്ച അതേ സ്റ്റെപ്പിൽ g1 ഓഫ് എക്സിന് പകരം g2 ഓഫ് എക്സ് കൊടുത്താൽ അടുത്ത ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ അടുത്ത ഇക്വേഷൻ എങ്ങനെ എഴുതും? ഇന്റഗ്രൽ എ ടു ബി g2 ഓഫ് എക്സ് വൈ ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി g2 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N cn ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി g2 ഓഫ് എക്സ് ഇൻറ്റു fn ഓഫ് എക്സ് ഡി എക്സ്. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ g1 ഓഫ് എക്സിന്റെ പ്ലേസിൽ g2 ഓഫ് എക്സ് കൊടുത്തപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി, എക്സെട്ര. ഇനി nth ഇക്വേഷൻ കിട്ടാൻ gn ഓഫ് എക്സ്, g സഫിക്സ് ക്യാപിറ്റൽ N, gn ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി, ഇവിടെ ചെയ്ത പോലെ തന്നെ. സോ nth ഇക്വേഷൻ നമുക്ക് കിട്ടി. This procedure introduces calculable integrals which may be denoted as എന്നാണ് കേട്ടോ, which may be denoted as. സോ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ നോക്കുക, ഈ എഫ് ഓഫ് എക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഇന്റഗ്രൽസ് നിങ്ങൾ നോക്കുക. ഇത് ഇവിടെ വന്നിരിക്കുന്ന ഏത് ഫോമിലാണ്? ഇന്റഗ്രൽ എ ടു ബി. സോ ഈ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഇന്റഗ്രൽ നെയിം, അതേപോലെ റൈറ്റ് സൈഡിലെ സെക്കൻഡ് ഇന്റഗ്രൽ വരുന്നുണ്ടോ? ഇന്റഗ്രൽ എ ടു ബി ഈ g1 ഓഫ് എക്സ് ഇൻറ്റു എഫ് എൻ ഓഫ് എക്സ് ഡി എക്സ്. അടുത്തതിനകത്ത് എന്ത് വരും? ഇന്റഗ്രൽ എ ടു ബി g2 ഓഫ് എക്സ് ഇൻറ്റു എഫ് എൻ ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ n വേരി ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ സമ്മേഷനകത്ത് n അല്ലേ. സോ ഇവിടെ ആ സെക്കൻഡ് ഇന്റഗ്രലിനെയാണ് ഞാൻ ആൽഫ എം എൻ എന്ന് കൊടുക്കുവാണ്, ആൽഫ എം എൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഇന്റഗ്രൽ ഫസ്റ്റ് ഇന്റഗ്രൽ നോക്കിയാൽ ഇവിടെ g1 വരും, സെക്കൻഡ് ഇന്റഗ്രലിനകത്ത് ഇവിടെ g2 ഓഫ് എക്സ് ഇൻറ്റു എഫ് എൻ ഓഫ് എക്സ്. സോ ഇവിടെ g1 g2 എക്സെട്ര gn വരെ വേരി ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ക്വാണ്ടിറ്റിക്ക് ഈ സഫിക്സ് ഞാൻ എം എന്ന് കൊടുക്കുകയാണ്. സോ എന്ത് വരും? ഇവിടെ നോക്കുക, ഇന്റഗ്രൽ എ ടു ബി ജി എം ഓഫ് എക്സ് ഇൻറ്റു എഫ് എൻ ഓഫ് എക്സ് ഡി എക്സ്. അതിനെ ഞാൻ ആൽഫ എം എൻ എന്ന് കൊടുക്കുകയാണ്. ഈ എം എന്ന് പറയുന്നത് ജിയുടെ സഫിക്സ്, എൻ എന്ന് പറയുന്നത് ഈ എഫ് എൻ ഓഫ് എക്സിന്റെ എന്നും. സോ ആൽഫ എം എൻ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുവാണ്. ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം പ്രോബ്ലംസിൽ വരുമ്പോൾ. ഓക്കെ, സോ ഇതിനെ ആൽഫ എം എൻ എന്ന് കൊടുക്കുന്നു. ആൻഡ് അതേപോലെ ഇവിടെ വരുന്ന ഈ ഇന്റഗ്രൽ നോക്കുക, എഫ് ഓഫ് എക്സിന്റെ ആ ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതേപോലെ ഇന്റഗ്രൽ എ ടു ബി g2 ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിനെ ഞാൻ ബീറ്റ എം എന്ന് കൊടുക്കുന്നു. ബീറ്റ എം എന്തുവാണ്? ഇന്റഗ്രൽ എ ടു ബി ജി എം ഓഫ് എക്സ്, അവിടെ g1 g2 എക്സെട്ര gn വരെയല്ലേ വരുന്നത്, അതിന് പകരം ഞാൻ എം എന്ന് കൊടുക്കുന്നു. സോ ജി എം ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ബീറ്റ 1 എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അങ്ങനെ കിട്ടും. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഓരോന്നും എങ്ങനെ ആകും? സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് എന്താണ്? ഇവിടെ നോക്കുക, ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ്. അതെന്ന് പറയുന്നത്, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അതെന്ന് പറയുന്നത് ഈ cn നിങ്ങൾ ഡിഫൈൻ ചെയ്തല്ലോ, c1 എഴുതി കഴിഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ്. അതല്ലേ നമ്മുടെ ഈ റൈറ്റ് സൈഡ് ഫസ്റ്റ് ഇക്വേഷന്, ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ്. ഇതെന്ന് പറയുന്നത് c1 ആണ്. സോ എന്ത് കിട്ടും? c1 എന്ന് കിട്ടും. c1 ഈസ് ഈക്വൽ ടു അടുത്ത ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ബീറ്റ 1. നമ്മൾ ഈ എഫ് ഓഫ് എക്സ് വരുന്ന ഇന്റഗ്രലിന് ഇവിടെ m1 കൊടുക്കുന്നതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോ ഇന്റഗ്രൽ എ ടു ബി g1 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ഫസ്റ്റ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് വന്നിരിക്കുന്നത്. സോ അത് ബീറ്റ 1 ആണ്. ബീറ്റ 1 പ്ലസ് എന്ത് വരും?
സോ β1 പ്ലസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ സി എൻ അതുപോലെ തന്നെ വരും. ഈ ഇന്റഗ്രൽ എന്ത് വരും? ആൽഫ എം എൻ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത ഈ ഇന്റഗ്രൽ ആണ്. ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽ വരുമ്പോൾ എമ്മിന്റെ പ്ലേസിൽ 1 ആണ്. സോ എന്ത് വരും? ആൽഫ 1 എൻ. നോക്കുക, ഈ ഇന്റഗ്രൽ നിങ്ങൾ നോക്കുക, എമ്മിന്റെ പ്ലേസിൽ 1 കൊടുക്കുന്ന ഇന്റഗ്രൽ അല്ലേ അവിടെ കിടക്കുന്നത്. സോ എന്ത് വരും? ആൽഫ 1 എൻ. സോ അങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടി? ലാംഡ സമ്മേഷൻ സി എൻ ആൽഫ 1 എൻ എന്ന് കിട്ടും. Similarly, second equation എന്താണ്? C2 is equal to beta 2 plus lambda summation Cn alpha 2n etc. Nth equation Cn is equal to beta n plus lambda summation Cn into alpha capital N into small n ആണ് സഫിക്സ് വരിക. ഓക്കെ, ക്ലിയർ ആയോ? ഇത്ര മാറ്റി എഴുതിയത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആ, മനസ്സിലായില്ലെങ്കിൽ ആയില്ലെന്ന് പറയണേ, ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി. നിങ്ങൾ ഇത് ജസ്റ്റ് നോട്ട് എഴുതുമ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ ഈ ബോർഡിലൊന്നും അല്ലല്ലോ, അല്ലാതെ ഇങ്ങനെ പറയുന്നോണ്ടാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. സോ നമുക്ക് ഇത് n ഇക്വേഷൻസ് ഇവിടെ കിട്ടി. ഇനി എക്സ്പാൻഡിങ് ദ സമ്മേഷൻ വി ഗെറ്റ്. ഇനി ഈ ഓരോ ഇക്വേഷനിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു സമ്മേഷൻ വരുന്നുണ്ടല്ലോ. ഞാൻ ആ സമ്മേഷൻ n ഈക്വൽ ടു 1 to n വരുന്നില്ലേ? ഈ ഓരോ ഇക്വേഷനും ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഈ സമ്മേഷൻ കൊടുത്ത്. ഓക്കെ, സോ എന്ത് വരും? C1 ഈസ് ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് അത് അതുപോലെ തന്നെ. ഇനി ഈ സമ്മേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു എന്ത് വരും? എന്നിന് 1 കൊടുക്കുമ്പോൾ C1 ആൽഫ 1 പ്ലസ് ലാംഡ ഇൻറ്റു എന്ത് വരും? അടുത്ത ടേം C2 ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് nth ടേം എന്ത് വരും? ക്യാപിറ്റൽ എൻ കൊടുക്കുമ്പോൾ ലാംഡ സി ക്യാപിറ്റൽ എൻ ആൽഫ 1 ക്യാപിറ്റൽ എൻ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. C1 is equal to beta 1 plus lambda C1 alpha 1 plus lambda C2 alpha 1 plus lambda C3 alpha 1 plus etc plus lambda Cn alpha 1n. Similarly, C2 is equal to beta 2 plus അടുത്ത എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ലാംഡ C1 alpha 21 plus lambda C2 alpha 22 plus lambda C3 alpha 23 plus etc plus lambda Cn alpha 2n etc. nth ഇക്വേഷനിൽ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ Cn equal to beta n plus lambda C1 alpha n1 plus lambda C2 alpha n2 plus lambda C3 alpha n3 plus etc plus lambda Cn alpha nn എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, C1 C2 എക്സെട്ര Cn ഈ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഓരോ ഇക്വേഷനിലും റൈറ്റ് സൈഡിൽ C1 C2 എക്സെട്ര Cn വരുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു C1 കൂടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ β1 മാത്രം നിർത്തിയിട്ട് ബാക്കി ടേംസ് മുഴുവൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ഇതെന്താണ്? ദസ് വി ഒബ്റ്റെയിൻ ദ n ഇക്വേഷൻസ്. എന്ത് വരും? ഓക്കെ, ഇവിടെ ഞാൻ ഈ ടേംസ് എല്ലാം കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ C1 കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1 മൈനസ് ഈ മൈനസ് ലാംഡ C1 ആൽഫ 1 വരത്തില്ലേ? സോ C1 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 മൈനസ് ലാംഡ ഇൻറ്റു ആൽഫ 1 C1 എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 മൈനസ് ലാംഡ ആൽഫ 1 ഇൻറ്റു C1 മൈനസ് ബാക്കി ഈ ടേംസ് എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്? C2ന്റെ ടേം എന്ത് കിട്ടും? മൈനസ് ലാംഡ C2 ആൽഫ 1 എക്സെട്ര മൈനസ് ലാംഡ Cn ആൽഫ 1. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ β1 മാത്രം നിർത്തി β1 എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷനിലേക്ക് നോക്കിയാൽ ഇവിടെ റൈറ്റ് സൈഡിൽ C2 ആണ്. സോ നമ്മൾ ഇതിനെ എല്ലാം റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്? C1ന്റെ ടേം എന്ത് വരും? മൈനസ് ലാംഡ ആൽഫ 21. സോ മൈനസ് ലാംഡ ആൽഫ 21 C1. ഇനി C2ന്റെ ടേം അവിടെ രണ്ട് ടേം ഉണ്ട്. ഇവിടെ ലെഫ്റ്റിൽ ഒരു ടേം നിപ്പുണ്ട്. ഇതും കൂടെ ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? C2ന്റെ കോഎഫിഷ്യന്റ് 1 മൈനസ് ലാംഡ ആൽഫ 22. സോ അതാണ് 1 മൈനസ് ലാംഡ ആൽഫ 22 C2 മൈനസ് ലാംഡ ആൽഫ 23 C3 മൈനസ് എക്സെട്ര മൈനസ് ലാംഡ ആൽഫ 2n Cn ഈക്വൽ ടു β2. സിമിലർലി nth ഇക്വേഷനിൽ നമ്മൾ ഇതുപോലെ എല്ലാ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ കിട്ടുന്നത് മൈനസ് ലാംഡ ആൽഫ n1 C1 മൈനസ് ലാംഡ ആൽഫ n2 C2 മൈനസ് ലാംഡ ആൽഫ n3 C3 മൈനസ് എക്സെട്ര എന്ത് വരും? പ്ലസ് എന്ത് വരും? ലാസ്റ്റ് ടേമിലാണ് ഇവിടെ, കാരണം അവസാനത്തെ ഇക്വേഷനിൽ Cn അല്ലേ ലെഫ്റ്റിൽ നിൽക്കുന്നത്. സോ Cnന്റെ കോഎഫിഷ്യന്റ് എന്ത് വരും? 1 മൈനസ് ലാംഡ ആൽഫ n Cn ഈക്വൽ ടു βn. സോ നമുക്ക് C1 C2 C3 എക്സെട്ര Cn ഓരോ ഇക്വേഷനിലും നോക്കുക. ഇവിടുത്തെ എന്താണ്? C1 C2 C3 എക്സെട്ര Cn ആണ് ഇവിടുത്തെ വേരിയബിൾസ്. ഓക്കെ, സോ നമുക്ക് C1 C2 എക്സെട്ര Cn ഇൻവോൾവ് ചെയ്യുന്ന n ഇക്വേഷൻസ് ഉണ്ട്. n ഇക്വേഷൻസും n അൺനോൺസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ C1 C2 എക്സെട്ര Cn ആണ് കണ്ടുപിടിക്കേണ്ടത്.
സോ n വേരിയബിൾസ് നമുക്ക് കണ്ടുപിടിക്കണം, n ഇക്വേഷൻസ് നമുക്കുണ്ട്. സോ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ C1 C2 നമുക്ക് കിട്ടും. സോ ഈ സിസ്റ്റത്തിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ മെട്രിക്സ് നൊട്ടേഷനിൽ ഇത് എങ്ങനെ എഴുതും എന്നാണ് പറയുന്നത്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻ മെട്രിക്സ് നൊട്ടേഷൻ ദ സിസ്റ്റം 3 ക്യാൻ ബി റിട്ടൺ ആസ്, ഈ സിസ്റ്റം 3യെ മെട്രിക്സ് നൊട്ടേഷനിൽ ഞാൻ എഴുതിയാൽ എനിക്ക് ഇങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. I മൈനസ് ലാംഡ എ ഇൻറ്റു സി ഈക്വൽ ടു ബീറ്റ. ഓക്കെ, ഇതിൽ I എന്ന് പറഞ്ഞാൽ എന്താണ്? I is the unit matrix. Unit matrix means identity matrix ആണ് കേട്ടോ. I is the unit matrix of order n. I എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. I മൈനസ് ലാംഡ എ, എന്ന് പറയുന്നത് എന്താണ്? A is the matrix ആൽഫ ഐ ജെ. സോ ഇതിനകത്ത് ഈ ആൽഫയുടെ കോഎഫിഷ്യൻസ് ആണ്, ആൽഫ എന്ന് പറയുന്നത് മാത്രം വരുന്ന മെട്രിക്സ് ആണ് ഞാൻ A ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്താണ്? ആൽഫ 1 1, ആൽഫ 1 2, എക്സെട്ര ആൽഫ 1n, ആൽഫ 2 1, ആൽഫ 2 2, എക്സെട്ര ആൽഫ 2n, എക്സെട്ര ആൽഫ n1, ആൽഫ n2, എക്സെട്ര ആൽഫ nn. സോ I മൈനസ് ലാംഡ എ ഇൻറ്റു സി ഈക്വൽ ടു ബീറ്റ. അതിൽ സി എന്ന് പറഞ്ഞാൽ C1 C2 എക്സെട്ര Cn വേരിയബിൾസ് ആണ്, അതിന്റെ കോളം മെട്രിക്സ്. ബീറ്റ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ n. നിങ്ങൾ നോക്കുക, I മൈനസ് ലാംഡ എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? നിങ്ങൾ ഈ ഫസ്റ്റ് നോക്കുക, ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫസ്റ്റ് എൻട്രി 1 അല്ലേ? സോ 1 മൈനസ് ലാംഡ ഇൻറ്റു ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് ടേം എന്താണ്? ആൽഫ 1 1. സോ 1 മൈനസ് ലാംഡ ആൽഫ 1 1 അല്ലേ വന്നിരിക്കുന്ന കോഎഫിഷ്യന്റ്. അടുത്ത എൻട്രി എന്താണ് വരിക? I മൈനസ് ലാംഡയുടെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ അടുത്ത ടേം 0 ആണ്. സോ 0 മൈനസ് ലാംഡ ഇൻറ്റു ഈ ആൽഫ എ എന്ന് പറയുന്ന മെട്രിക്സിലെ അടുത്ത ടേം ആൽഫ 1 2. സോ എന്ത് കിട്ടും? 0 മൈനസ് ലാംഡ ആൽഫ 1 2, അതായത് മൈനസ് ലാംഡ ആൽഫ 1 2. സോ നോക്കുക അതിന്റെ കോഎഫിഷ്യൻസ്. സോ അതുകൊണ്ടാണ് ഈ സിയുടെ കൂടെയുള്ള മെട്രിക്സ് I മൈനസ് ലാംഡ എ ഇൻറ്റു സി ഈക്വൽ ടു ബീറ്റ എന്ന് ഞാൻ പറഞ്ഞു. I എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ്, എ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ഐകളുടെ മെട്രിക്സ്, ആൽഫ ഐ ജെ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, സോ ക്ലിയർ ആണോ മെട്രിക്സ് നൊട്ടേഷൻ വരെ എഴുതിയത്? ഓക്കെ, സോ ഇനി പറയാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ C1 C2 C3 ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ വരെ എഴുതി വെച്ചു. ഇതേ പ്രൊസീജിയറിലാണ് കേട്ടോ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇവിടം വരെ C1 C2 ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ വരെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി C1 C2 സോൾവ് ചെയ്തെടുത്താലേ സൊല്യൂഷൻ എഴുതാൻ പറ്റൂ. സോ ഇവിടെ നമുക്ക് പല കൺക്ലൂഷൻസ് ഉണ്ട്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. 5 കാര്യങ്ങളാണുള്ളത്. അതിൽ ഓരോന്നുമാണ് ഇവിടെ പറയുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. So first thing പറയുന്നത് നോക്കുക. The system 3 possess a unique solution for C's if and only if the determinant delta is equal to determinant I minus lambda a does not vanish. Okay. നിങ്ങൾ Ax equal to B എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ലീനിയർ ഓൾജിബ്രയിൽ. Ax equal to B എന്ന് പറയുന്നത് ഇവിടെ Ax equal to B പോലൊരു സിസ്റ്റം അല്ലേ? എയുടെ പ്ലേസിൽ വന്നിരിക്കുന്ന I മൈനസ് ലാംഡ എ എന്ന് വന്നേ ഉള്ളൂ. എക്സിന്റെ പ്ലേസിൽ സി, ബീറ്റയാണ് ബിയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത്. സോ Ax equal to B എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ അതിന് എപ്പോഴാണ് യുണീക് സൊല്യൂഷൻ ഉണ്ടാവുക? ഡിറ്റർമിനന്റ് ടേംസിൽ നമ്മൾ പറഞ്ഞാലും. നിങ്ങൾ ലീനിയർ ഓൾജിബ്ര പഠിച്ചല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, Ax equal to B എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് എപ്പോഴാണ് നമ്മൾ യുണീക് സൊല്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്നത് ഡിറ്റർമിനന്റുമായിട്ട് റിലേറ്റ് ചെയ്ത്? പഠിച്ചതല്ലേ പിള്ളേരെ നിങ്ങള്? ഞാൻ ആശ ടീച്ചറോട് ചോദിക്കട്ടെ കേട്ടോ. പറഞ്ഞ Ax equal to B എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ എപ്പോഴാണ് നമ്മൾ ഡിറ്റർമിനന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയുമല്ലോ. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? അതെ, ഡിറ്റർമിനന്റ് ഇൻവെർട്ടിബിൾ ആകുമ്പോൾ യുണീക് സൊല്യൂഷൻ ആണ്. അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ യുണീക് സൊല്യൂഷൻ ആണ് കിട്ടുക. ഇനി ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നോ സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആകാം. ഒരു മെട്രിക്സ് ഇക്വേഷനെ സംബന്ധിച്ച് 3 കേസാണ് വരുന്നത്. ഒന്നെങ്കിൽ യുണീക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. സോ ആ ഡിറ്റർമിനന്റ് ഇപ്പൊ Ax equal to B, അതിലിവിടെ എയുടെ പ്ലേസിൽ കിടക്കുന്ന I മൈനസ് ലാംഡ ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഓക്കെ, സോ അങ്ങനാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് I മൈനസ് ലാംഡ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ കാണും.
ഇനി ഡിറ്റർമിനന്റ് ഐ മൈനസ് ലാംഡ എ ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ രണ്ട് കേസ് വരാം. എന്താണ്? ഫൈനൈറ്റ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആകാം. ഓക്കെ. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ദ സിസ്റ്റം ട്രീ എന്ന് പറയുന്നത് C1 C2 എക്സെട്ര Cn ഇൻവോൾവ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ദാറ്റ് പൊസസ് എ യുണീക് സൊല്യൂഷൻ ഫോർ സീസ്. സോ ആ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ കിട്ടുക എന്ന് മീൻസ് C1 C2 എക്സെട്ര Cn യുണീക് സൊല്യൂഷൻ, അതായത് ഒരേ ഒരു സൊല്യൂഷൻ കിട്ടുക. അതെപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഡിറ്റർമിനന്റ്, ആ ഡിറ്റർമിനന്റ് ഞാൻ ഡെൽറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്താണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എന്താണ്? ഐ മൈനസ് ലാംഡ എ ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. സോ ഡിറ്റർമിനന്റ് ഡസ് നോട്ട് വാനിഷ്. അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ടാവും. അതായത് C1 C2 എക്സെട്ര Cn ഒരു യുണീക് സൊല്യൂഷൻ നമുക്ക് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ സൊല്യൂഷനും എഴുതാം. ഓക്കെ. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഓരോന്നും. സോ ഇഫ് ദ ഫംഗ്ഷൻ f of x ഈസ് ഐഡന്റിക്കലി 0 in 1, അതായത് നമുക്ക് തന്നിരിക്കുന്ന, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഇത് മനസ്സിലാവും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അഥവാ ഈ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആണെങ്കിൽ, ഐഡന്റിക്കലി 0 മീൻസ് 0 ആണ്. 0 ആണ്, അതായത് ഈ f of x എന്ന് പറയുന്ന ടേം ഔട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? ലാംഡ ഇൻറ്റു ഇത് മാത്രമേ ഉള്ളൂ. സോ ആ വരുന്ന കേസിൽ എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. If the function f of x is identically 0 in 1, the integral equation is said to be homogeneous. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ ഹോമോജനസ് ആകുന്നത് എപ്പോഴാണ്? f of x 0 ആകുമ്പോഴാണ്. ഓക്കെ. സോ f of x 0 ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ആ ഇന്റഗ്രൽ ഇക്വേഷൻ ഹോമോജനസ് എന്ന് നമ്മൾ പറയും. അതൊന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇൻ ദിസ് കേസ് β1 β2 എക്സെട്ര βn ഈക്വൽ ടു 0. ഓക്കെ. f of x 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം ട്രീയുടെ റൈറ്റ് സൈഡിൽ വരുന്നതാണല്ലോ ഈ β1 β2 എക്സെട്ര βn, അതെല്ലാം 0 ആയിരിക്കും. കാരണം എന്താ? കാരണം ഇതാണ്, നമ്മൾ ബീറ്റ എം എന്ന് പറഞ്ഞ് ജനറൽ ആയിട്ട് ബീറ്റ ഡിഫൈൻ ചെയ്തത് നോക്കുക. ഇന്റഗ്രൽ a to b gm of x into f of x dx അല്ലേ? f of x 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റ എം അഥവാ β1 β2 എക്സെട്ര βn എല്ലാ വാല്യൂസും എന്താണ്? 0 ആണ് കിട്ടുക. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയി പോകും. സോ അതാണ് പറഞ്ഞത്, f of x 0 ആണെന്നുണ്ടെങ്കിൽ β1 β2 എക്സെട്ര βn ഇതെല്ലാം 0 ആകും. അപ്പൊ ഇക്വേഷൻ 3, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് മുഴുവൻ 0 ആയിരിക്കും. ഓക്കെ. സോ അതാണ് ഇവിടെ നെക്സ്റ്റ് പറയുന്നത് നോക്കുക. ഇൻ ദിസ് കേസ് β1 ഈക്വൽ ടു β2 ഈക്വൽ ടു എക്സെട്ര βn ഈക്വൽ ടു 0. Hence equation 1 obviously satisfies the trivial solution y of x is identically equal to 0. നിങ്ങൾ ഈ സിസ്റ്റം നോക്കുക. ഈ സിസ്റ്റം 3യിൽ β1 β2 എക്സെട്ര βn 0 ആണെന്നുണ്ടെങ്കിൽ, അതെല്ലാം 0 ആണെന്നുണ്ടെങ്കിൽ ഈ C1 C2 എക്സെട്ര Cn ഉറപ്പായിട്ടും ഒരു ഹോമോജനസ് സിസ്റ്റം ഓഫ് ഇക്വേഷനായി മാറും ഈ ഇക്വേഷൻ 3. അങ്ങനെയാണെങ്കിൽ അതിനെപ്പോഴും ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമല്ലോ. C1 C2 C3 എക്സെട്ര Cn 0 ആയിരിക്കില്ലേ? വേറെ സൊല്യൂഷൻ കാണാം. എനിവേ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും അതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. ആണോ? മനസ്സിലാവുന്നുണ്ടോ? β1 β2 എല്ലാം 0 കിട്ടും നമുക്ക്. അങ്ങനാണെങ്കിൽ ഈ C1 C2 എക്സെട്ര നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ C1 C2 ഈ എല്ലാ കോഎഫിഷ്യന്റും 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യില്ലേ? സോ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കില്ലേ? അതെ. ഓക്കെ. സോ അതാണ് പറയുന്നത്, അതെപ്പോഴും ഈ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. സോ C1 C2 എക്സെട്ര Cn എന്ന് പറയുന്നത് 0, അത് ഒരു സൊല്യൂഷൻ ആയിരിക്കും എപ്പോഴും. സോ അങ്ങനാണെങ്കിൽ C1 C2 എക്സെട്ര Cn എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇക്വേഷൻ 2 അല്ലേ നമ്മുടെ സൊല്യൂഷൻ, അതിനകത്ത് C1 C2 എക്സെട്ര Cn ഇതെല്ലാം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? y of x is equal to f of x 0 എന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. സോ f of x ന്റെ വാല്യൂം 0 കിട്ടും. C1 C2 എക്സെട്ര Cn ഇതെല്ലാം 0 ആവുന്ന ഒരു സൊല്യൂഷൻ ആണ്. സോ y of x is equal to എന്താകും? അവിടെ 0 ആവും. സോ y of x is equal to 0 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കാം, ഒന്നുകൂടെ പറയാം. ഇഫ് ദ ഫംഗ്ഷൻ f of x is identically equal to 0, ഇന്റഗ്രൽ ഇക്വേഷനെ ഹോമോജനസ് എന്ന് വിളിക്കും. f of x 0 ആയതുകൊണ്ട് തന്നെ β1 β2 ആ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ f of x ഉണ്ട് ഇന്റഗ്രലിനകത്ത്. അതുകൊണ്ട് തന്നെ β1 β2 എക്സെട്ര βn 0 ആയി. അതായത് ആ സിസ്റ്റം 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡ് മുഴുവൻ 0 ആയി. അതായത് ഒരു ഹോമോജനസ് സിസ്റ്റമായി മാറും സിസ്റ്റം 3. അതുകൊണ്ട് തന്നെ C1 C2 എക്സെട്ര Cn 0 ആകുന്നതെന്ന് പറയുന്നത് അതിന്റെ ഒരു ട്രിവിയൽ സൊല്യൂഷൻ ആണ്.
സോ ആ സൊല്യൂഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആണ് നമ്മുടെ സൊല്യൂഷൻ. അവിടെ C1 C2 എക്സെട്ര Cn 0 കൊടുക്കുന്നു. അതേപോലെ f of x ഉം 0 ആണ്. അങ്ങനെയാണെങ്കിൽ y of x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തായി? അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. സോ അതാണ് പറയുന്നത് ഹെൻസ് 1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് നമ്മൾ 1 എന്ന് കൊടുത്തിരുന്നത്. ഹെൻസ് 1 ഒബ്വിയസ്ലി സാറ്റിസ്ഫൈസ് ദ ട്രിവിയൽ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ത്? y of x is identically equal to 0 means y of x equal to 0 എന്ന് തന്നെ എഴുതുന്നത് തുല്യമാണ്. So y of x equal to 0 corresponding to the trivial solution of ഏത് C1 C2 values corresponding ആയിട്ട് വരുന്ന സൊല്യൂഷൻ ആണ്. corresponding to the trivial solution C1 equal to C2 equal to etc. Cn equal to 0 ക്ക് corresponding ആയിട്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ y of x is equal to 0 ആണ്. Okay. Okay. ഇനി ഇവിടെ പറയുന്ന നോക്കാം if the determinant delta. ഇനി ഈ കേസിൽ നമ്മൾ ആദ്യം ഒരു സിസ്റ്റം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ആ സിസ്റ്റം 3ക്ക് യുണീക് സൊല്യൂഷൻ ആയിരിക്കും എപ്പോഴാണ് ഡിറ്റർമിനന്റ് ഡസ് നോട്ട് വാനിഷ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആയിരിക്കും. സോ ഇപ്പൊ നമ്മൾ ഹോമോജനസ് ആവുന്ന കേസാണ് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ ഇതൊരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടി. y of x is identically equal to 0. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഇഫ് ദ ഡിറ്റർമിനന്റ് ഈ കേസിൽ നമ്മൾ ആ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ഡിറ്റർമിനന്റ് ഡെൽറ്റ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഈസ് ഡിറ്റർമിനന്റ് i മൈനസ് ലാംഡ അത് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു യുണീക് സൊല്യൂഷൻ ആണ്. സോ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ ഏത് സൊല്യൂഷൻ മാത്രമേ വരുള്ളൂ? y of x is identically equal to 0 എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ മാത്രമേ വരൂ. കാരണം ഈ കേസിൽ യുണീക് സൊല്യൂഷൻ ആണ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ സിസ്റ്റം 3ക്ക് യുണീക് സൊല്യൂഷനേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമായിരിക്കും ആ സിസ്റ്റത്തിന്റെ ഒരേ ഒരു സൊല്യൂഷൻ. സോ അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? y of x is identically equal to 0 ആയിരിക്കും. സോ ഇപ്പൊ പറഞ്ഞ കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് 0 ആകുന്ന കേസും കൂടാതെ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0യും വന്നാൽ എന്താണ്? y of x is identically equal to 0 മാത്രമായിരിക്കും ആ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരേ ഒരു സൊല്യൂഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത കേസ് നോക്കുക. വെൻ ഡെൽറ്റ ഈക്വൽ ടു 0. അതായത് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഹോമോജനസ്, അതായത് എഫ് ഓഫ് എക്സ് 0യും ഇനി ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ ഈ ആ സിസ്റ്റം 3യുടെ ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ. ഓക്കെ, ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. സോ ആ ഡെൽറ്റയുടെ വാല്യൂ നോൺ സീറോ എന്ന കേസ് നമ്മൾ പറഞ്ഞു. ഇനി ഡെൽറ്റയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരു എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ, അതായത് ഇക്വേഷൻ നമ്പർ 3 കൊടുത്ത സിസ്റ്റത്തിന്റെ ആ സിസ്റ്റത്തിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? ആ കേസിൽ നോ സൊല്യൂഷൻ ആയിരിക്കോ വരിക? ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻ ആയിരിക്കോ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എഫ് ഓഫ് എക്സ് 0 ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ β1 β2 βn എന്ന് പറയുന്ന 0 ആയിപ്പോ ആ സിസ്റ്റം 3 എന്ന് പറയുന്ന ഒരു ഹോമോജനസ് സിസ്റ്റം തന്നെ ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം ഹോമോജനസ് സിസ്റ്റത്തിന് എപ്പോഴും ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. ഇനി നിങ്ങൾ അവിടെ ആ കേസിൽ ആ സിസ്റ്റത്തിന് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് 0 ആയി പോവുകയാണ്. സോ അങ്ങനെ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് നോ സൊല്യൂഷൻ ആയിരിക്കും അവിടെ വരിക, അതോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും വരിക? ആലോചിച്ചിട്ട് പറഞ്ഞു. നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നിട്ട് എന്തിനാ? അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എഫ് ഓഫ് എക്സ് ആദ്യത്തെ കേസ് ഇപ്പൊ പറഞ്ഞത് എന്താണ്? എഫ് ഓഫ് എക്സ് 0 ആവുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും കിട്ടും, y of x ഈക്വൽ ടു 0. ഇനി ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കറിയാം എപ്പോഴും എന്താണ്? യുണീക് സൊല്യൂഷൻ ആയിരിക്കും. സോ y of x ഈക്വൽ ടു 0 മാത്രമായിരിക്കും അതിന്റെ സൊല്യൂഷൻ. ഇനി ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വരുന്നെന്ന് വിചാരിക്കും. ഈ ഡെൽറ്റയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണ് വരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനാണെങ്കിൽ ഒരു ഹോമോജനസ് സിസ്റ്റത്തിന് എപ്പോഴെങ്കിലും ഈ നോ സൊല്യൂഷൻ കേസ് വരുമോ? എന്തെങ്കിലും ഒന്ന് പറ പിള്ളേരെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? അതായത് എഫ് ഓഫ് എക്സ് 0 ആവുമ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇവിടെ എഫ് ഓഫ് എക്സ് 0 ആവുമ്പം നമുക്ക് β1 β2 എക്സെട്ര βn 0 കിട്ടിയത് മനസ്സിലായോ? അത് മനസ്സിലായി. β1 β2 എക്സെട്ര βn 0 ആണെങ്കിൽ ഈ സിസ്റ്റം 3 എന്ന് പറയുന്ന ഒരു ഹോമോജനസ് സിസ്റ്റം ആയി. അത് മനസ്സിലായോ?
ഇനി ഹോമോജനസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടല്ലോ. എന്താണ്? അവിടുത്തെ ആ വേരിയബിൾസിനെല്ലാം 0 കൊടുക്കുന്ന എപ്പോഴും അതിന്റെ ഒരു സൊല്യൂഷൻ അല്ലേ. സോ ഈ C1 C2 എക്സെട്ര Cn ഈക്വൽ ടു 0 കൊടുക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷൻ ആണല്ലോ. അതെ. അപ്പം C1 C2 എക്സെട്ര Cn 0 കൊടുത്താൽ നമ്മൾ എഴുതിയ സൊല്യൂഷൻ y ഓഫ് എക്സ് എഴുതാൻ നേരത്ത് എന്ത് കിട്ടും? നമുക്ക് 0 അല്ലേ കിട്ടുള്ളൂ. കാരണം f ഓഫ് എക്സ് പ്ലസ് ഞാൻ നേരത്തെ കാണിച്ചു ഇക്വേഷൻ നമ്പർ 2 എന്താണ് വരിക? സൊല്യൂഷൻ നമ്മൾ C1 C2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നല്ലേ ഇവിടെ. സോ y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു f ഓഫ് എക്സ് 0 എന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ f ഓഫ് എക്സിനും 0, ഈ C1 C2 എക്സെട്ര Cn എല്ലാ കോൺസ്റ്റന്റ്സും 0. സോ സൊല്യൂഷൻ അവിടെ എന്ത് കിട്ടും? y ഓഫ് എക്സ് ഈസ് 0 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആയോ? ഓക്കെ, അത് ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് നമുക്ക് കിട്ടിയത് എന്താണ്? എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ, തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ ആ ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ് y ഓഫ് എക്സ് ഈസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0. അത് ക്ലിയർ ആയോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് 0 ആകുമ്പോഴാണ് നമുക്ക് ഒരു സൊല്യൂഷൻ ഉറപ്പായിട്ടും കിട്ടും y ഓഫ് എക്സ് ഈക്വൽ ടു 0. അതിന് സംശയമൊന്നും ഇല്ലല്ലോ. തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന 0 ആണെങ്കിൽ ആ ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ എപ്പോഴും y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി പറയാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് 0 ഒക്കെ തന്നെ. ഇനി നമ്മൾ ഇവിടെ എഴുതി നമ്മൾ ഇതുപോലെ ചെയ്തു വന്നപ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ സിസ്റ്റത്തിന്റെ ഞാൻ ആ ഡിറ്റർമിനന്റ് ഡെൽറ്റ എന്ന് പറയുന്നത് ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുകയാണ്. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചപ്പോൾ, അതായത് ഇഫ് ദ ഡിറ്റർമിനന്റ് ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് ഐ മൈനസ് ലാംഡ, ഡിറ്റർമിനന്റിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് എനിക്ക് കിട്ടിയത്. സോ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 എങ്ങനെ ആയിക്കോട്ടെ, സിസ്റ്റത്തിന്റെ റൈറ്റ് സൈഡ് എന്തോ ആയിക്കോട്ടെ. സോ അതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു യുണീക് സൊല്യൂഷൻ കിട്ടും എന്നല്ലേ ഫസ്റ്റ് പാർട്ടി പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഞാൻ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് 0 ഒക്കെ തന്നെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സിസ്റ്റം 3ക്ക് ദിസ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ എനിക്ക് പറഞ്ഞൂടെ. ആ സിസ്റ്റം 3ക്ക് യുണീക് സൊല്യൂഷൻ ആണ് കിട്ടുക. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റം 3യുടെ ഒരു സൊല്യൂഷൻ പറഞ്ഞു C1 C2 എക്സെട്ര Cn 0 ആണ്. അങ്ങനെ ആണെങ്കിൽ ഇത് മാത്രമായിരിക്കില്ലേ അതിന്റെ സൊല്യൂഷൻ? അതെ, അങ്ങനെ ആണെങ്കിൽ അതാണ് പറയുന്നത്. ഇനിയിപ്പോ എഫ് ഓഫ് എക്സ് 0യും തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് 0യും കൂടാതെ നമ്മൾ ആ സിസ്റ്റം 3യുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഏതാണത്? y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. അതിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ നിങ്ങൾ എഫ് ഓഫ് എക്സ് 0 ആ കേസാണ് നമ്മൾ ഈ രണ്ടാമത് പറയുന്ന കേസ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. എഫ് ഓഫ് എക്സ് 0 ആണ്. സോ ഈ കേസിൽ എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ നമ്മൾ ഇവിടം വരെ പറഞ്ഞിട്ടാണ് ഈ ഡിറ്റർമിനന്റ് കാര്യം ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് കിട്ടി. ഓക്കെ, എനിവേ എഫ് ഓഫ് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ y ഓഫ് എക്സ് ഈസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് 0 എന്ന് പറയുന്നത്, ഡിറ്റർമിനന്റ് 0 ആണെന്നുണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ ഇല്ലല്ലോ. ഇല്ല, പിന്നെ ഏതൊക്കെ കേസേ വരുള്ളൂ? ഏതൊക്കെ കേസേ വരുള്ളൂ? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് വരാം, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ എന്ന് വരാം. കാരണം ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഞാൻ പറഞ്ഞു 3 ടൈപ്പിലെ സൊല്യൂഷൻ വരും. ഒന്നെങ്കിൽ യുണീക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. ഇപ്പൊ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു യുണീക് സൊല്യൂഷൻ വരില്ല. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ വരില്ല. സോ പിന്നെ ഏതൊക്കെ പോസിബിലിറ്റിയാ വരിക? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനും നോ സൊല്യൂഷനും ആണല്ലോ. അതെ, അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇവിടെ അതിൽ ഏത് വരും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുമോ, നോ സൊല്യൂഷൻ വരുമോ? ഇൻഫിനിറ്റ്ലി മെനി ആയിരിക്കും. കാരണം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്.
സോ അതുകൊണ്ട് തന്നെ ഇനി നോ സൊല്യൂഷൻ എന്ന് പറയുന്ന കേസ് അവിടെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നോ സൊല്യൂഷൻ എന്ന് പറയുന്ന കേസ് അവിടെ ഇനി ഇല്ല. സോ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇനി എന്താണ്, ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും ഉണ്ട്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വന്നാൽ ഒരു സൊല്യൂഷൻ എപ്പോഴും നമുക്കുണ്ട്, y of x ഈക്വൽ ടു 0. സോ എന്താണ്, ഇനി നോ സൊല്യൂഷൻ എന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ആ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും വരിക, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ ഇപ്പൊ? സോ അതാണ് ഇവിടെ പറയുന്നത്, വെൻ ഡെൽറ്റ ഈക്വൽ ടു 0 അറ്റ്ലീസ്റ്റ് ആ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. അതെങ്ങനെയാ, അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്, ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സീസ് can be assigned arbitrarily and the remaining c's can be determined accordingly. നിങ്ങൾ ഈ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നിങ്ങൾ ഒരു ax equal to b എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇക്വേഷൻ ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുമ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു ആർബിട്രറി എന്താണ്, ഒരു വേരിയബിളിനെ മറ്റു വേരിയബിൾ, ഇപ്പൊ എ ബി എന്നൊക്കെ കൊടുക്കത്തില്ല, ഏത് വേരിയബിൾ ആണോ അവിടെ നമ്മൾ, അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ പറയുന്നത്, ആർബിട്രറി ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ x3 ആർബിട്രറി ആയിട്ട് എടുത്താൽ നമ്മൾ x3ക്ക് a കൊടുക്കും, എന്നിട്ട് ബാക്കി വേരിയബിൾസിനെല്ലാം ഈ x3യുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ട് അവിടെ x3ക്ക് a കൊടുക്കും. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഓർമ്മയില്ലേ? നിങ്ങൾ ലീനിയർ ആൾജിബ്ര ചെയ്തില്ലേ? ഓർമ്മയുണ്ടോ? സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഈ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുന്ന കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം x3 ആയിരിക്കും ചിലപ്പോൾ ആർബിട്രറി ആയിട്ട് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ x2, അല്ലെങ്കിൽ ഫ്രീ വേരിയബിൾ എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ അവിടെ എടുക്കുക, ബേസിക് വേരിയബിൾ, ഫ്രീ വേരിയബിൾ എന്ന് പറഞ്ഞ. ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും പറയൂ. അതായത് ഒരു ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, എനിക്ക് തോന്നുന്നു ലീനിയർ ആൾജിബ്രയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുമ്പോൾ നിങ്ങൾ അവിടെ x3 ആണ് ഇപ്പോൾ ഫ്രീ വേരിയബിൾ എങ്കിൽ x3ക്ക് a എന്ന് കൊടുക്കും. ഇപ്പൊ x2 x3 ഫ്രീ ആണെങ്കിൽ x2ന് a, x3ക്ക് ഒരു b എന്ന് കൊടുക്കും. എന്നിട്ട് ബാക്കി സൊല്യൂഷൻ x1 എല്ലാം x3യുടെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ എഴുതുക. ഇനിയിപ്പോൾ അറിയത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും പഠിപ്പിക്കും. ഓക്കെ, എനിവേ അത് പോട്ടെ. സോ അതാണ് ഇവിടെ പറയുന്നത്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സീസ് ക്യാൻ ബി അസൈൻഡ് ആർബിട്രറി. ഏതെങ്കിലും ഒരെണ്ണം ആർബിട്രറി അഥവാ ഫ്രീ വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ റിമൈനിങ് സീസ് ക്യാൻ ബി ഡിറ്റർമിൻ. റിമൈനിങ് ബാക്കി എല്ലാ സിയെയും അതിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദസ് ഇൻ സച്ച് കേസസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഓഫ് വൺ എക്സിസ്റ്റ്. സോ ഈ കേസ് നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി, ഡെൽറ്റയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ്, ആ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ആണ് കേട്ടോ. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് i മൈനസ് ലാംഡ എ ആണ് ഞാൻ ഡെൽറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആ ഡിറ്റർമിനന്റ് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും. ഓക്കെ, അത്ര അറിഞ്ഞിരിക്കാം. സോ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്, ആ സിസ്റ്റം 3ക്ക് യുണീക് സൊല്യൂഷൻ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഡിറ്റർമിനന്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു i മൈനസ് ലാംഡ എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അതിന് യുണീക് സൊല്യൂഷൻ വരിക. ഇനി രണ്ടാമത് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഫ് ഓഫ് എക്സ് ഹോമജനസ് ആകുന്ന കേസാണ്. എഫ് ഓഫ് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ കാണും, അതേതാണ്, y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ആ എഫ് ഓഫ് എക്സ് 0 വരുന്ന കേസ് അവിടെ നമ്മൾ ഡിറ്റർമിനന്റ് ഡെൽറ്റ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ y ഓഫ് എക്സ് ഈക്വൽ ടു 0 മാത്രമായിരിക്കും ആ കേസിൽ അതിന്റെ സൊല്യൂഷൻ. ഇനി ഈ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, ഡിറ്റർമിനന്റ് i മൈനസ് ലാംഡ ആണ് ഡെൽറ്റയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇത് ഈ റിസൾട്ട്സ് എന്തെഴുതും നമ്മൾ അറിഞ്ഞിരിക്കണം പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത് ശ്രദ്ധിക്കുക, ദോസ് വാല്യൂസ് ഫോർ ലാംഡ ഫോർ വിച്ച്, നമ്മൾ ഈ ഇക്വേഷൻ 3 എഴുതിയപ്പോൾ അതിനകത്ത് ലാംഡ വരുന്നില്ലേ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 3ക്കകത്തൊക്കെ ഈ ലാംഡ ഉണ്ട്, കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, തന്നിരിക്കുന്ന ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷനിലും ഈ ലാംഡ ഉണ്ട്. സോ ഈ ലാംഡയുടെ വാല്യൂസിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. those values of lambda for which delta equal to 0. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് i മൈനസ് ലാംഡ എ അഥവാ സിസ്റ്റം 3യുടെ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ ഡിറ്റർമിനന്റ്. സോ those values of lambda for which delta equal to 0 are known as characteristic values or eigen values. ഇതും ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ,
ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ അഥവാ അത് പോട്ടെ, നമുക്ക് ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ദോസ് വാല്യൂസ് ഓഫ് ലാംഡ. സോ ഏതൊക്കെ ലാംഡയുടെ ഏതൊക്കെ വാല്യൂസിനാണോ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് 0 ആവുന്നത്, ആ വാല്യൂസ് ആ ലാംഡയുടെ വാല്യൂസിനെയാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അഥവാ ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുക. സോ ദോസ് വാല്യൂസ് ഓഫ് ലാംഡ ഫോർ വിച്ച് the determinant delta equal to 0 are known as characteristic values or eigen values. അത് മനസ്സിലായോ? അതായത് ഇത്രേ ഉള്ളൂ, ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ആ ഡിറ്റർമിനന്റ് 0 ആവുന്നത്, അങ്ങനത്തെ ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അഥവാ ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഐഗൻ ഫംഗ്ഷൻ അഥവാ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് എനി നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദി ഹോമോജനസ് ഇന്റഗ്രൽ ഇക്വേഷൻ. അതായത് ഇവിടെയും ഈ കേസിൽ ഇന്റഗ്രൽ ഇക്വേഷൻ, ആ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇന്റഗ്രൽ ഇക്വേഷൻ ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് 0 കൊടുക്കുക. സോ ആ എഫ് ഓഫ് എക്സ് 0 ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഹോമോജനസ് ഇന്റഗ്രൽ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് നോൺ ട്രിവിയൽ, ആ ഒരു ലാംഡയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടി. ഇപ്പൊ ഏതോ ഒരു ഇപ്പൊ ലാംഡ എന്ന് പറയുന്നത് ഏതോ ഒരു വാല്യൂന് ഈ ഡിറ്റർമിനന്റ് 0 ആണെന്ന് വിചാരിക്കുക. സോ ആ ലാംഡ അതിനെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് വിളിക്കും. ആ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോൺ ട്രിവിയൽ സൊല്യൂഷൻ, ട്രിവിയൽ സൊല്യൂഷൻ ആകാൻ പാടില്ല. വൈ ഓഫ് എക്സ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സൊല്യൂഷൻ അല്ല, നോൺ ട്രിവിയൽ സൊല്യൂഷൻ, വൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകാത്ത ഏതൊരു സൊല്യൂഷൻ ആയിക്കോട്ടെ, എനി നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദി ഹോമോജനസ് ഇന്റഗ്രൽ ഇക്വേഷൻ ഈസ് ദെൻ കോൾഡ് എ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓർ ഐഗൻ ഫംഗ്ഷൻ ഓഫ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ. അതായത് ഇത്രേ ഉള്ളൂ, ഏതൊക്കെ വാല്യൂസ് ലാംഡയ്ക്ക് എടുക്കുമ്പോഴാണോ ഡിറ്റർമിനന്റ് 0 ആവുന്നത്, അതിനെ നമ്മൾ ആ ലാംഡയെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് വിളിക്കും, ലാംഡയുടെ. ഇനി അങ്ങനെ നമുക്ക് ലാംഡയ്ക്ക് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ലാംഡ ഉപയോഗിച്ചുകൊണ്ട് ആ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് നമ്മൾ ആ ഹോമോജനസ് ഇന്റഗ്രൽ ഇക്വേഷൻ, തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഹോമോജനസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇന്റഗ്രൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ആ ഹോമോജനസ് ഇന്റഗ്രൽ ഇക്വേഷന്റെ നോൺ ട്രിവിയൽ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അഥവാ ഐഗൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ഇഫ് നെക്സ്റ്റ് പറയുന്നത് ഇഫ് കെ ഓഫ് ദ കോൺസ്റ്റൻസ് C1 C2 എക്സെട്ര Cn, അതായത് ഇപ്പോൾ ഒരു ലാംഡ ഒരു ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഐഗൻ ഫംഗ്ഷൻ തന്നെ എപ്പോഴും കിട്ടണം എന്നില്ല. പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഒരു ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഗൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യം, ഒരു ഐഗൻ വാല്യൂ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഒരു യുണീക്ക് ഐഗൻ ഫംഗ്ഷൻ തന്നെ കിട്ടണം എന്നില്ല. ഒന്നിൽ കൂടുതൽ ഐഗൻ ഫംഗ്ഷൻസ് അഥവാ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇഫ് കെ ഓഫ് ദ കോൺസ്റ്റന്റ് C1 C2 എക്സെട്ര Cn ക്യാൻ ബി അസൈൻഡ് ആർബിട്രറിലി ഫോർ എ ഗിവൺ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ലാംഡ. അത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ വരുന്ന കേസിലാണ് അത് വരിക ശരിക്കും. അതായത് C1 C2 എക്സെട്ര Cnല് കെ ഓഫ് ദ കോൺസ്റ്റൻസിനെ നമ്മൾ അസൈൻഡ് ആർബിട്രറി വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്ന് വിചാരിക്കാം. അങ്ങനാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. എനിവേ C1 C2 എക്സെട്ര Cnല് കെ വാല്യൂസ് C1 C2 അപ് ടു CK വരെ ഉള്ളതിന് നമുക്ക് ആർബിട്രറി വാല്യൂസ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് A B C എന്ന് പറഞ്ഞ ഏത് ആർബിട്രറി വാല്യൂസ് നമ്മൾ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സൊല്യൂഷനിൽ വരും. ആ കെ ആർബിട്രറി വാല്യൂസ് നമ്മുടെ സൊല്യൂഷനിൽ വരും. സോ അങ്ങനാണെങ്കിൽ നമുക്ക് കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് അഥവാ ഐഗൻ ഫംഗ്ഷൻസ് നമുക്ക് കിട്ടും, ആ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഒന്നുകൂടെ പറയാം, ഇഫ് കെ ഓഫ് ദ കോൺസ്റ്റന്റ് C1 C2 എക്സെട്ര Cn ക്യാൻ ബി അസൈൻഡ് ആർബിട്രറിലി ഫോർ എ ഗിവൺ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ലാംഡ, then k linearly independent corresponding characteristic functions are obtained. Okay, അതായത് ഇപ്പൊ ഒരു ലാംഡ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ കിട്ടുന്ന കേസ് ആണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ഐഗൻ ഫംഗ്ഷൻസ് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇതിപ്പോ മനസ്സിലാക്കിയിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഇത് ഓരോ കേസും കാണിച്ചു തരാം. ഓക്കെ, ഇനി നാലാമത്തെ കേസ് നോക്കുക. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഐഡന്റിക്കലി 0. നമ്മളിപ്പോൾ പറഞ്ഞ കേസ് എഫ് ഓഫ് എക്സ് 0 ആകുന്ന കേസാണ് നമ്മൾ ആദ്യം രണ്ടാമത് പറഞ്ഞ കേസ്. സൊല്യൂഷൻ നമ്മൾ അവിടെ പറഞ്ഞു. ഇനി എഫ് ഓഫ് എക്സ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 അല്ല, but is orthogonal to all the functions g1 of x, g2 of x, etc. gn of x. എന്നാൽ ഈ g1 of x, g2 of x, gn of x ആയിട്ട് എന്താണ്, ഓർത്തോഗണൽ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ആ ഫംഗ്ഷനുമായിട്ട് ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്, ഇന്റഗ്രൽ a to b ആ ഫംഗ്ഷന്റെ പ്രോഡക്റ്റ്.
ആ തന്നിരിക്കുന്ന ഇന്റർവൽ ഏതാണ്? ഇന്റർവൽ എ ടു ബി ആണ്. സോ ആ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും എന്നാണ് ഓർത്തോഗണാലിറ്റിയുടെ മീനിങ്. ഇതും ലീനിയർ ആൾജിബ്രയിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ നമ്മൾ ബി എം എന്ന് പറയുന്ന ഇന്റഗ്രൽ ആയിട്ട് ഡിഫൈൻ ചെയ്ത് ഇതാണ് ബീറ്റ എം. ബീറ്റ എം എന്ന് പറയുന്ന ഇന്റഗ്രൽ എന്തായിരുന്നു? ഇന്റഗ്രൽ എ ടു ബി ജി എം ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ജി എം ഓഫ് എക്സ്, ജി വൺ ജി ടു എക്സെട്ര ജി എന്നും എഫ് ഓഫ് എക്സും തമ്മിൽ ഓർത്തോഗണൽ മീൻസ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി വൺ ഓഫ് എക്സ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ എ ടു ബി ജി വൺ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് 0 ആയിരിക്കും. ഇന്റഗ്രൽ എ ടു ബി ജി ടു ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് 0 ആയിരിക്കും. സോ ഈ കേസിലും എന്താണ്? ബീറ്റ എം എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ഈസ് ഓർത്തോഗണൽ ടു ദീസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ ബീറ്റ എം എന്ന് പറയുന്ന അവിടെ 0 ആയിരിക്കും. സോ ആ കേസിലും എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, സിസ്റ്റം 3യുടെ റൈറ്റ് സൈഡ് ആണ് ബീറ്റ. സോ ആ സിസ്റ്റം 3 എന്ന് പറയുന്ന ഒരു ഹോമോജനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയി മാറും. അതൊരു ഹോമോജനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയി മാറിയാൽ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? C1 C2 എക്സെട്ര Cn ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണല്ലോ. ആണോ? മനസ്സിലായോ? ഓക്കെ, C1 C2 എക്സെട്ര Cn അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അങ്ങനാണെങ്കിൽ ആ സൊല്യൂഷനെ എനിക്ക് ആ ഇക്വേഷൻ നമ്പർ 2ൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾ നോക്കുക, ഇക്വേഷൻ 2ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. C1 C2 എക്സെട്ര Cn എനിക്ക് 0 എന്ന് കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y of x is equal to ഈ കേസിൽ f of x എന്ന് കിട്ടും. കാരണം ഇവിടുത്തെ f of x ഐഡന്റിക്കലി 0 അല്ല. പക്ഷെ f of x ഓർത്തോഗണൽ ടു മറ്റേ ഫംഗ്ഷൻസ് ആണേ ഉള്ളൂ. അത് വെച്ചിട്ട് എനിക്ക് ബീറ്റ എം എല്ലാം 0 എന്ന് കിട്ടും. സോ സിസ്റ്റം 3യുടെ ഒരു സൊല്യൂഷൻ ആണ് C1 C2 എക്സെട്ര Cn 0. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y of x is equal to ഇവിടെ f of x ഉണ്ട്. സോ y of x is equal to f of x ആയിരിക്കും അവിടെ സൊല്യൂഷൻ ആയിട്ട് കിട്ടുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന കാര്യം. So y of x is equal to f of x is the solution of 1 തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ corresponding to the trivial solution C1 C2 etc Cn equal to 0. ഇത് ഇക്വേഷൻ 3യുടെ ട്രിവിയൽ സൊല്യൂഷൻ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ y of x is equal to f of x ആണ്. ഓക്കെ, ഇനി ഈ കേസിലും f of x നോട്ട് ഐഡന്റിക്കലി 0 എന്നാൽ ഓർത്തോഗണൽ ടു ദീസ് ഫംഗ്ഷൻസ്. ഈ കേസിലും നമ്മൾ നേരത്തെ പോലെ ഈ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന കേസും ഈക്വൽ ടു 0 എന്ന കേസും ഇനി ചെക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇക്വേഷൻ നമ്പർ 3യുടെ ഡിറ്റർമിനന്റ് ആണ്. ആ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. ട്രിവിയൽ സൊല്യൂഷൻ അല്ല, യുണീക് സൊല്യൂഷൻ ആയിരിക്കും. സോ യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ ഏത് മാത്രമായിരിക്കും ആ യുണീക് സൊല്യൂഷൻ? y of x is equal to f of x ആയിരിക്കും ആ കേസിൽ ഇവിടെ യുണീക് സൊല്യൂഷൻ കിട്ടുക. സോ ഇഫ് ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ദിസ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ. ദിസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന y of x is equal to f of x ആയിരിക്കും തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരേ ഒരു സൊല്യൂഷൻ. ഓക്കെ, ഇനി ഈ കേസിൽ ഡെൽറ്റ ഈക്വൽ ടു 0 വന്നാൽ എന്താണ്? ഈ കേസിലും ഒരു സൊല്യൂഷൻ ഡെൽറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ട് കേസേ വരും, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനോ നോ സൊല്യൂഷനോ. ഇവിടെ നമുക്ക് കിട്ടി y of x is equal to f of x ഒരു സൊല്യൂഷൻ ആണ് ഇതിന്റെ എപ്പോഴും. അങ്ങനാണെങ്കിൽ പിന്നെ എന്ത്? നോ സൊല്യൂഷൻ പോസിബിലിറ്റി ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഈക്വൽ ടു 0 ആയാൽ ഈ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. Then infinitely many solution exist. The solutions corresponding to the characteristic values of lambda are now expressed as a sum of f of x and arbitrary multiples of characteristic functions. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു എന്താണ് ലാംഡ എന്താണ്? നമ്മൾ ക്യാരക്ടറിസ്റ്റിക് അഥവാ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ലാംഡ ആണ്. അതെന്താണ്? ദോസ് വാല്യൂസ് ഓഫ് ലാംഡ ഫോർ വിച്ച് ഡെൽറ്റ ഈക്വൽ ടു 0. ഓക്കെ, ഡെൽറ്റ ഈക്വൽ ടു 0 ആവുന്ന ലാംഡയുടെ വാല്യൂസിനാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് വിളിക്കുക. സോ ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു 0 വരുന്ന കറസ്പോണ്ടിങ് സൊല്യൂഷനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. സോ ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ആ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക? നമ്മൾ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y of x is equal to f of x പ്ലസ് ഒരു സം ആയിരിക്കും അവിടെ വരിക. സോ അതാണ് ഇവിടെ പറഞ്ഞത്. സൊല്യൂഷൻസ് കറസ്പോണ്ടിങ് ടു ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് ലാംഡ ആർ നൗ എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് f of x ആൻഡ് ആർബിട്രറി മൾട്ടിപ്പിൾസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് കണ്ടീഷൻ ആണ് പറയുന്നത്, ലാസ്റ്റ് കണ്ടീഷൻ ആണ്. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് ഹാൻഡ് മെമ്പർ ഓഫ് 3 ഡസ് നോട്ട് വാനിഷ്. അതായത് ഇനി പറയുന്നത് ഇവിടെ നമ്മുടെ സിസ്റ്റം 3യിൽ നമ്മൾ ആദ്യം പറഞ്ഞു f of x 0 ആവുന്ന കേസ് നമ്മൾ പറഞ്ഞു. അതേപോലെ f of x 0 അല്ല എന്നാൽ ഓർത്തോഗണൽ ടു g1 g2 എക്സെട്ര gm of x ആയിട്ടും പറഞ്ഞു. ആ രണ്ട് കേസിലും നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു എന്താണ്? ഇക്വേഷൻ നമ്പർ 3യുടെ റൈറ്റ് സൈഡ് മുഴുവൻ 0 ആയി പോയി. ഈ സിസ്റ്റം ഒരു ഹോമോജനസ് സിസ്റ്റമായി മാറുന്ന കേസാണ് നമ്മൾ അവിടെ രണ്ടിടത്തും കണ്ടത്. എന്നാൽ ഇനി പറയാൻ പോകുന്നതല്ല, ഈ നമ്മൾ β1 β2 എക്സെട്ര βn ഈ സിസ്റ്റം 3 കിട്ടി. ആ സിസ്റ്റം 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആണെങ്കിൽ, ഓക്കെ, ഹോമോജനസ് സിസ്റ്റം അല്ല സിസ്റ്റം 3, ആ കേസിൽ എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നതെന്നാണ് അവസാനത്തെ കേസ് പറയുന്നത്.
So if at least one right hand member of 3 does not vanish, so ആ സിസ്റ്റത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ β1 β2 βn ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആണെങ്കിൽ നമ്മൾ സാധാരണ AX equal to B എന്ന് പറയുന്ന സിസ്റ്റമായി അവിടെ. സോ ആ കേസിൽ നമ്മൾ എന്ത് പറയും? ദെൻ ഇഫ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ ഡിറ്റർമിനന്റ് ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ദെൻ എ യുണീക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് 3 എക്സിസ്റ്റ്. അങ്ങനെ ആണെങ്കിൽ അവിടെ ഒരു യുണീക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. Okay, leading to a unique non-trivial solution of 1. So system 3 ക്ക് ഒരു unique non-trivial solution exist ചെയ്യും. So C1 C2 Cn നമുക്കൊരു unique values കിട്ടും. നോൺ ട്രിവിയൽ ആണ്, എല്ലാം സീറോ അല്ല അവിടെ കിട്ടുന്ന സൊല്യൂഷൻ. സോ ആ സൊല്യൂഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇനി ഈ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് AX equal to B പറയുന്ന സിസ്റ്റം റൈറ്റ് ഹാൻഡ് സൈഡിൽ അറ്റ്ലീസ്റ്റ് ഒരു കോഎഫിഷ്യന്റ് എങ്കിലും സീറോ അല്ലാത്ത കേസ് നമ്മൾ കൺസിഡർ ചെയ്ത് അവിടെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആകുമ്പോൾ യുണീക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. ഇനി ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആയാലും എന്ത് സംഭവിക്കും എന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇഫ് ഡെൽറ്റ ഈക്വൽ ടു സീറോ, ഞാൻ നേരത്തെ പറഞ്ഞു ഡിറ്റർമിനന്റ് വാല്യൂ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. സോ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ എയ്തർ നോ സൊല്യൂഷൻ എക്സിസ്റ്റ്. നോ സൊല്യൂഷനെയാണ് നമ്മൾ ഇൻകോമ്പാറ്റിബിൾ എന്ന് വിളിക്കുക. നോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്തപ്പോഴാണ് നമ്മൾ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഇൻകോമ്പാറ്റിബിൾ എന്ന് പറയുന്നത്. സോ ആ വേർഡാണ് ഞാൻ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ പ്രൂവ് ദാറ്റ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ ഈസ് ഇൻകോമ്പാറ്റിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ വേർഡിങ് അറിഞ്ഞിരിക്കുക. സോ ദെൻ എയ്തർ നോ സൊല്യൂഷൻ ഓർ എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ സോ ആ രണ്ട് പോസിബിലിറ്റി വരിക. ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ എന്താണ് ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷനെ റിഡൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് വേർഡിങ്സും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ AX equal to B എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതായത് നോൺ ഹോമോജനസ് സിസ്റ്റത്തിന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ ഫിഫ്ത്ത് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന് എന്തായാലും